ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു മൂവിക്ക് പോവാണ്. ബാഡ് മൂവീസ് ആണ് മൂവി. അപ്പം ഞാൻ അതിൻ്റെ പാട്ടൊക്കെ ഇവിടെ നമ്മുടെ ടി വിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു ഗെറ്റ് റെഡി ചെയ്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ എടുത്ത ഷോ എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 2:20 ഷോയാണ്. അപ്പം അത്യാവശ്യം നല്ല ചൂടുണ്ട്, വേർത്ത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയല്ല, ഞാൻ ഇതിനെ ശരിയാക്കി കാണിക്കാമെന്ന് പറയുന്ന രീതിയിലാണ് അച്ചാച്ചൻ എൻ്റെ അടുത്ത് നിൽക്കുന്നത്. കാരണം ഞാനാണ് പറഞ്ഞത് 2:30 ഷോ എടുക്കുന്നത്. കാരണം അച്ഛനൊന്ന് ഓഫായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു 11:30 ഷോയാണ് രാത്രിയിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആവും. പിന്നെ ഒരു ഓഫ് ഡേ അല്ലേ, നമ്മൾ എന്തായാലും റൂമിൽ ഇങ്ങനെ ഇരിക്കുമല്ലേ. അപ്പോൾ പിന്നെ അത്രയും സമയം വെറുതെ കളയണ്ടല്ലോ എന്നും കൂടെ വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഉച്ചയ്ക്ക് അങ്ങ് പോവാം. അപ്പം ആ പരിപാടി അങ്ങ് കഴിയുമല്ലോ. പിന്നെ ഈ രാത്രി ഉറക്കം ഉണർന്ന് അവിടെ ഇരിക്കണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചത്. പക്ഷെ ഭയങ്കര ചൂടാണ്. ഇനിയിപ്പോൾ മാളിലോട്ട് പോകണം. അപ്പം ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യണം. കണ്ടിട്ട് എൻ്റെ സൺസ്ക്രീൻ എല്ലാം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത്രയും ചൂടുണ്ട് റൂമിനകത്ത് നിന്നിട്ട് പോലും. അപ്പം നമുക്കിനി മാളിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ മാളി വന്നിട്ട് ആ ഒരു വേർപ്പിന്റെ ക്ഷീണം, ചൂടിന്റെ ക്ഷീണം തീർക്കാനായിട്ട് നമ്മൾ നേരെ വന്നത് മാക്ഡൊണാൾഡ്സിലോട്ടാണ് കേട്ടോ. ഐസ്ക്രീം മേടിച്ചിട്ട് കഴിച്ചിട്ട് നമുക്ക് തിയേറ്ററിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടൈം ഉണ്ടായിരുന്നു. നമ്മളൊരു 1:45 കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങി. 1:20 ഷോ കേട്ടോ. അപ്പോൾ നമ്മളൊരു 2 മണിക്ക് മുമ്പേ നമ്മൾ വീട്ടിലല്ല, നമ്മൾ തിയേറ്ററിന്റെ അവിടെ മാളിൽ വന്നു കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോൾ തിയേറ്ററിന്റെ അവിടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പം ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഈ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊക്കെ കയറാം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇത് തിയേറ്റർ വന്ന് നേരത്തെ തന്നെയാണ്, തുടങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഉച്ചക്കത്തെ ഷോ ആയതുകൊണ്ട് അധികം ആളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ ഒരു കംഫർട്ട് അല്ലെ നമ്മുടെ ടൈമിൻ്റെ ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് നോക്കി വന്നത്. അപ്പം ഞാനും അച്ചാച്ചനും സാറക്കുട്ടി മാത്രമേ ഉള്ളൂ. വേറൊരു 2 ഫാമിലി പിന്നെ ഒരു അപ്പച്ചനും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പം നമ്മൾ നേരത്തെ വരും. അങ്ങനെ നമ്മുടെ മൂവി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് എൻജോയ് ദ മൂവി, അത്രേ ഉള്ളൂ കേട്ടോ. മ്യൂസിക്, ഫൈറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ അതിനകത്ത് വന്നിരിക്കുന്ന ഈ അഭിനയം ഒക്കെ ഭയങ്കര കുറച്ചും കൂടെ ഒക്കെ ഒന്ന് സെറ്റാക്കാമായിരുന്നു എന്ന് ഫീൽ ചെയ്ത് കേട്ടോ. ഒരു ഇത് എന്താ പറയാ, ഇത് ഗുമ്മ് കിട്ടിയില്ല. അഭിനയം വരുന്ന സിറ്റുവേഷൻ, അതായത് ഇവർ ഡയലോഗൊക്കെ പറയുന്ന ഒരു ടൈമിൽ ഒരുപാട് കോമഡീസ് ഒക്കെ ഇതിനകത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും അങ്ങോട്ട് നമുക്ക് വർക്കൗട്ട് ആവുന്നില്ല. നമുക്ക് പ്രേക്ഷകരില്ല, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർക്കൗട്ട് ആയില്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മൂവി പാട്ടിന്റെ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, അധികം ആള് 2 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവരൊക്കെ കുറച്ച് താഴോട്ട് വരുന്നു. ഞാൻ കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ലാസ്റ്റ് കഴിയുന്ന സമയത്ത് പാട്ട് നമുക്ക് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ. പാട്ടും അതിനകത്ത് ഫൈറ്റും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഭയങ്കര പൊളി സാധനമായിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ സീരിയസ്ലി ഇങ്ങനെ ഒരു എൻജോയ്മെന്റിന് വേണ്ടി തന്നെയാണ് ഈ മൂവി കാണാനായിട്ട് നമ്മൾ പോയത് കേട്ടോ. സാറക്കുട്ടി ട്രോളി ഉള്ളതുകൊണ്ട് സൈഡിൽ കൂടെ സ്ലൈഡ് സാറ് വണ്ടി പോകും കേട്ടോ. അവരിറക്കി വിടാനുള്ള പരിപാടിയിലാണ്. ഏറ്റവും മണ്ടയ്ക്കാണ്. അപ്പം ഞാൻ താഴോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കാണിച്ചു തരാവേ. നമ്മളിപ്പോൾ മൂവി കഴിഞ്ഞിട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ സാറക്കുട്ടിയായിട്ട് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ സൈഡിൽ സാറക്കുട്ടി കയറില്ല, വീഴും. സാറാ ഒന്ന് ചിരിച്ചേ. എന്ത് കാണുവാ? ഓഹോ, ഇപ്പോഴും ഇവിടെ ഒരു പുതിയൊരു ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഒരു വട്ടം വന്നപ്പോൾ ഇവിടെ ഒരു ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 200 ദിർഹംസിന് നമ്മൾ മെഗാമാർട്ടിന് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കിന് ആ കൂപ്പൺ വെച്ചിട്ട് നമുക്കിവിടെ ഒരു ഗെയിം ചെയ്യാൻ പറ്റും. ആ ഗെയിമിൽ വിന്നാകുന്നവർക്ക് കാറ്, പിന്നെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ ചുമ്മാ കണ്ടിട്ടെങ്കിൽ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും എന്തായാലും മറക്കരുത്. അപ്പോൾ ബൈ.